ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നാം എല്ലാം വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസം പലപ്പോഴും പ്രകടമാകുന്നത് ഭക്തകൃത്യങ്ങളിലൂടെയാണ്. ബാഹ്യമായ ആചാരങ്ങൾ വിശ്വാസത്തിന് അടയാളങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഭക്തിയും വിശ്വാസവും രണ്ടാണ്. ഭക്തി വിശ്വാസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകാം, വിശ്വാസത്തിന്റെ ഫലമായി ഉരുവാകേണ്ട ഒരു കാര്യമാകാം. ഭക്തി വൈകാരികമായി പോകുമ്പോൾ അത് ആത്മനിഷ്ഠമായ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുകയും കേവലമായ ആചാരങ്ങളിൽ കുടുങ്ങുകയും ചെയ്യും. തിരുസഭയ്ക്കകത്തുള്ള ആചാരങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസം വെളിപ്പെടുത്താനുള്ള സന്ദർഭങ്ങളാണ്. ഓരോ ആചാരത്തിനും പ്രത്യേകമായി അതിന്റെ അകക്കാമ്പുണ്ട്. ആ അകക്കാമ്പിനെ തിരിച്ചറിയാതെ അവ ആചരിക്കുമ്പോൾ അത് വ്യർത്ഥമാകും, ദുരാചാരമായി പരിണമിക്കും. ആചാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുമാരനാശാൻ പറയുന്നുണ്ട്, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ഒരാചാരം അതിന്റെ അർത്ഥമറിയാതെ നാം പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആചാരത്തിലാണെന്ന് കരുതുന്നു, വിശ്വാസത്തിലാണെന്ന് കരുതുന്നു, അത് നമ്മെ നയിക്കുന്നത് അന്ധതയിലേക്കാണ്. ഒരു മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണെന്ന് തിരിച്ചറിയാതെ മെഴുകുതിരി കത്തിക്കുകയും അതിൽ ദൈവം സംപ്രീതനാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും നമ്മൾ. വാസ്തവത്തിൽ പ്രകാശമായ ദൈവത്തെ പ്രകാശിപ്പിക്കാൻ മനുഷ്യർ ഒരു വിളക്ക് കൊളുത്തേണ്ട കാര്യമില്ല. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പുഷ്പങ്ങൾ അർച്ചിക്കുമ്പോൾ ദൈവം അതിൽ സംപ്രീതനാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയും അപ്രകാരം ചെയ്യുന്നതിലൂടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നിറവേറ്റുന്നവരാണ് തങ്ങളെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഭക്തി. അതുകൊണ്ട് ഭക്തിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം, വിശ്വാസം സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകണം. ആ ഭക്തി യഥാർത്ഥത്തിൽ എന്തായിത്തീരണമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അത് ദരിദ്രരുടെയും വിധവകളുടെയും അനാഥരുടെയും വേദനകളിൽ പങ്കുചേരുന്നതാണെന്നും ലോകത്തിന് മാലിന്യമേൽക്കാതെ തന്നെ സൂക്ഷിക്കുന്നതാണെന്നും ശ്ലീഹ പറയും. അപ്പൊ യഥാർത്ഥ ഭക്തിയും യഥാർത്ഥ വിശ്വാസവും എന്താണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഭക്തിക്ക് അർത്ഥം ദൈവത്തോട് കൂടെ ഇരിപ്പെന്നാണ്, ചേർന്നിരിക്കുക എന്നാണ്. ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തിന്റെ അഭീഷ്ടപ്രകാരം ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് ഭക്തിയുടെ അടയാളമായി കാണേണ്ടത്, അല്ലെങ്കിൽ ലക്ഷണമായി കാണേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്താനുഷ്ഠാനങ്ങൾക്ക് ആക്കം കൂടുകയും യഥാർത്ഥ വിശ്വാസത്തിന്റെ ആന്തരിക സത്തയെ തള്ളിക്കളയുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ്. വിശ്വാസ പ്രഘോഷണമാണ് നമ്മുടെ ഓരോ പ്രദക്ഷിണവും. നമ്മൾ ഇന്ന് ഈ പ്രദക്ഷിണങ്ങൾ വഴിമുടക്കുകളാക്കി മാറ്റുന്നു. പലപ്പോഴും അത് വിശ്വാസത്തിന്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നതായിട്ട് മാറിപ്പോകുന്നു. വിശ്വാസം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശ്വാസ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു അനുഷ്ഠാനത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ഭക്താനുഷ്ഠാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് ചുവടുവെക്കാൻ പ്രേരിപ്പിക്കുന്നവയും വിശ്വാസത്തിന്റെ അകക്കാമ്പിനെ തൊട്ടറിയാൻ കഴിയും വിധം ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ പല ഭക്തിയും പലപ്പോഴും അനുഷ്ഠാനമായി മാറുമ്പോൾ നാം ചെയ്തു പോകുന്നത് അബദ്ധങ്ങളാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരായി നമ്മൾ മാറിപ്പോകുന്നു. നമ്മൾ ലോകാനുരൂപികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ വയ്ക്കുന്ന പുഷ്പങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് വളരെ ഹൃദയനൈർമല്യത്തോടെ വീടിന് മുമ്പിലുണ്ടാകുന്ന പൂക്കൾ എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവത്തെ കാണാൻ പോകുന്നു എന്നൊരു മനോഭാവം, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോകുന്നു എന്നൊരു മനോഭാവമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ അലങ്കാരങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ദേവാലയങ്ങൾ എത്രത്തോളം മലീമസമാക്കുന്നുണ്ട് നമ്മൾ കാണണം. ആയിരക്കണക്കിന് രൂപയുടെ പുഷ്പങ്ങൾ കൊണ്ട് ദേവാലയം അലങ്കരിക്കുമ്പോൾ, അൾത്താരകൾ അലങ്കരിക്കുമ്പോൾ, വിശുദ്ധരെ അലങ്കരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുണ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കേണ്ട ഒരു ജീവിതത്തെ നഷ്ടപ്പെടുത്തുക. നമ്മുടെ അലങ്കാരമായിട്ട് ദൈവം കാണുന്നത് എന്താ? നമ്മുടെ പുണ്യങ്ങളാണ്, ദൈവിക പുണ്യങ്ങളാണ്. വിശ്വാസവും ശരണവും ഉപവിയും ജീവിതത്തിനകത്ത് ഏറ്റവും പ്രയോഗക്ഷമമാകേണ്ട ഒരിടമാണ് ദൈവസന്നിധി. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഹൃദയത്തിനകത്ത് നിന്നും പുറത്താക്കി നമ്മൾ ഈ അലങ്കാരങ്ങളിലേക്ക്, ആഡംബരങ്ങളിലേക്ക്, ലോകാനുരൂപത്വത്തിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് വിശ്വാസത്തെയും ഭക്തിയെയും സംബന്ധിച്ച് ധാരണ നമുക്കുണ്ടാകണം.
ദൈവം നമ്മുടെ പ്രവൃത്തികളിൽ സംപ്രീതനാകുന്നവനാണോ? പൂക്കൾ വെച്ചാൽ ദൈവം സംപ്രീതനാകും. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാനുള്ള മാർഗങ്ങളാണ്. അത് ദൈവത്തെ സംപ്രീതനാക്കുന്ന ഒരു കാര്യമാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായിക്കൂടാ. ഭക്താഭ്യാസങ്ങളൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ളവയല്ല. ഭക്താഭ്യാസങ്ങളിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടവയാണ്. വന്ന് എന്ത് സംഭവിച്ചു? നമ്മൾ ഇതെല്ലാം അനുഷ്ഠാനമാക്കി ആചാരമാക്കി മാറ്റി. ഭക്തി ഒരു ആചാരമായി മാറുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പിഴവ് ഭക്തിയുടെ പ്രഥമ ലക്ഷ്യമായ ദൈവസാമീപ്യ അനുഭവം നഷ്ടമാകുന്നുവെന്നാണ്. ദേവാലയത്തിൽ നമ്മൾ പുഷ്പങ്ങൾ വയ്ക്കുമല്ലോ, പൂക്കൾ വെച്ച് അലങ്കരിക്കും. അങ്ങനെ അലങ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ ചെയ്തിരുന്നൊരു പ്രവൃത്തിയാണ്. അതായത് വീടിനടുത്തുള്ള ഒരു പൂ പറിച്ചു കൊണ്ടുപോയി ദേവാലയത്തിൽ വെക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബോധ്യം എന്താ? നമ്മൾ സാധാരണ ഒരു പൂ പറിച്ചുകൊണ്ട് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. വീട്ടിൽ നിന്ന് ഒരു പൂ പറിച്ചുകൊണ്ട് പോയി നമ്മൾ ദൈവത്തിന് മുമ്പിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഒരു സമ്മാനം കൊടുക്കുന്ന പ്രതീതിയാണ്. ഒരു ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ കാണുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയാണ് പ്രണയികളൊക്കെ പൂക്കളൊക്കെ കൈമാറുന്നത്. ഒരു സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കാനായി ചെയ്യുന്ന ഈ പ്രവൃത്തി അത് ഒരു ഭക്തിയായി കൂട്ടുമെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി വാസ്തവത്തിൽ വന്നു ഭവിക്കുന്നത് എങ്ങനെയായി? ആയിരക്കണക്കിന് രൂപ മുടക്കി ദേവാലയത്തിൽ ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് പൂക്കൾ വെച്ച് അലങ്കരിപ്പിക്കുന്നു. അങ്ങനെ അലങ്കരിപ്പിക്കുമ്പോൾ ദൈവം സംപ്രീതനാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ദൈവം സംപ്രീതനാകുന്നത് എവിടെയാണ്? നമ്മുടെ മനോഭാവത്തിലാണ്. ദൈവത്തെ ഞാൻ കാണാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ ദൈവിക സാമീപ്യാനുഭവത്തിനായി ഞാൻ ചെല്ലുന്നു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാവം പ്രകടിപ്പിക്കാനായി കൊണ്ടുപോയി വെച്ചിരുന്ന പൂക്കൾ ഇന്ന് പ്ലാസ്റ്റിക് പൂക്കളാകുന്നു, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിലയുള്ള പൂക്കൾ ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് വെച്ച് അലങ്കരിപ്പിക്കുന്നു. അതിൽ ദൈവം സംപ്രീതനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നാം ചെയ്ത ഒരു ഭക്തി ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും വ്യാപകമായ രീതിയിൽ ഒരു ആചാരമായി മാറി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്, ദൈവത്തിന്റെ ആനന്ദപരമായ രൂപത്തെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവം ആനന്ദിക്കുന്നത് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്, നമ്മൾ പരസ്പരം കാരുണ്യം കാട്ടുമ്പോഴാണ്, ദൈവമക്കളുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് ഭക്തിയുടെ ഏറ്റവും പ്രകടമായ രൂപമാകേണ്ടത് എന്താ? വിധവകളുടെയും അനാഥരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നവരാകുക, അവർക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നവരാകുക, എന്നിട്ട് ലോകത്തിന്റെ കളങ്കമേൽക്കാതെ സ്വയം സൂക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ ദൈവിക ഭക്തിയുടെ യഥാർത്ഥ ഭാവത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് ഭക്താനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഭക്താനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗം നേർച്ച കാഴ്ചകളുടെ അർപ്പണമാണ്. പ്രധാനമായും അതിനെക്കുറിച്ച് പറയാമെന്നാണ് കരുതിയത്. ഈ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. നമ്മളൊരു നാണയം ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ കുറെ രൂപ ഇട്ടാൽ ദൈവം സംപ്രീതനാകും എന്നൊരു തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് എന്തിനാണ് പണം? പണം കൊടുത്താൽ പ്രീതനാകുന്ന ഒരാളാണോ ദൈവം? ഇതിൽ പ്രകടമാകുന്നത് നമ്മുടെ മനോഭാവമാണ്. നമുക്കെപ്പോഴാണ് മറ്റൊരാളുടെ പ്രീതി ഉണ്ടാകുക? നമുക്കെന്തെങ്കിലും ഗുണകരമായത് തരുമ്പോഴാണ്, അല്ലെങ്കിൽ പണം തരുമ്പോഴാണ്. ആരെങ്കിലും വിളിച്ച് കുറെ പണം തന്നാൽ നമുക്ക് അയാളുടെ പ്രീതി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ മനോഭാവമാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ദൈവത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് പകരം ദൈവത്വത്തെ നമ്മുടെ മാനുഷികമായ താല്പര്യങ്ങൾക്കകത്തേക്ക് എടുത്തു വെക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഈ നേർച്ച കാഴ്ചകൾ മാറിപ്പോകുന്നു. ദൈവം മെഴുകുതിരി കത്തിച്ചാൽ സംപ്രീതനാകും തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് ദൈവസന്നിധിയിൽ മെഴുകുതിരികൾ കത്തിക്കുന്നു. ദൈവം സംപ്രീതനാകുമെന്ന് കരുതി മുട്ടിലിഴയുന്നു. വാസ്തവത്തിൽ നേർച്ചകൾ നേർന്ന് കാര്യങ്ങൾ നേടാമെന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമല്ല. അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കുന്നില്ല. നേർച്ച കാഴ്ചകളെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്താ? നമ്മളൊരു നേർച്ച അർപ്പിക്കുന്നതിന്റെ പിന്നിലുണ്ടാകേണ്ട ബോധ്യം നമ്മളൊരു സാക്ഷ്യത്തിനായിട്ട് അർപ്പിക്കുന്നു എന്നാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ ആലോചിക്കുക, ഒരാള് ദേവാലയത്തിൽ ചെന്ന് ഒരു വിശുദ്ധന്റെ മുമ്പിലോ വിശുദ്ധയുടെ മുമ്പിലോ ഒരു മെഴുകുതിരി കത്തിക്കുന്നു. അത് കണ്ടു നിൽക്കുന്ന ആൾക്ക് ഒരു കാര്യം മനസ്സിലാവും. യഥാർത്ഥത്തിൽ അയാൾക്ക് ദൈവം ഒരു നന്മ ചെയ്തിരിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കുന്നു, അയാൾ നന്ദിയുള്ളവനായിരിക്കുന്നു. ഇന്ന് മെഴുകുതിരി കത്തിക്കുമ്പോൾ അങ്ങനെയല്ല നമുക്ക് തോന്നുന്നത്. കാര്യം കാണാൻ എന്തോ ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പകൽ സമയത്ത് തിരുസ്വരൂപങ്ങളുടെ മുൻപിൽ
മെഴുകുതിരികൾ ആളിക്കത്തുകയാണ്. അതിനർത്ഥം എന്താ? അവർക്ക് കണ്ണ് കാണാൻ പാടില്ലെന്നാണോ? അല്ലെങ്കിൽ ഈ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ മെഴുകുതിരികൾ കത്തിച്ചാൽ എന്തെങ്കിലും കാര്യം നേടാമെന്നാണോ തെറ്റിദ്ധാരണ? തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞുള്ള പ്രതിമ ഉണ്ടായിരുന്നു. വെറും ഒരു പ്രതിമയാണ്. അവിടെ പ്രസവ വാർഡിനടുത്താണ് ഈ പ്രതിമ. ഒരുപക്ഷെ മാതൃത്വത്തിന്റെ മഹനീയതയെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുള്ളത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ കൊണ്ടൊരു മെഴുകുതിരി കത്തിച്ചു. പിന്നീട് വന്നവരൊക്കെ ഇയാൾ ഈ മെഴുകുതിരി കത്തിച്ചത് കണ്ടവരൊക്കെ ഈ പ്രതിമയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഭയങ്കര തിരക്കായി. അത് മതഭേദമൊന്നുമില്ല, കാരണം വേദനിക്കുന്ന മനുഷ്യന്റെ ആശ്വാസം നേടുന്നതാണല്ലോ. അപ്പൊ ഈ പ്രതിമ ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. പിന്നെ വന്നവരൊക്കെ അവിടെ മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോ അധികൃതർ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, ഇതൊരു മതത്തിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഒരു ചിഹ്നമല്ല, ഒരു പ്രതിമ മാത്രമാണ്. ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഭക്താനുഷ്ഠാനങ്ങളൊന്നും കാണിക്കരുത്, ഇത് കേവലം ഒരു പ്രതിമയാണ്. പക്ഷേ ജനം അതൊന്നും ചെവിക്കൊണ്ടില്ല. ജനം മെഴുകുതിരി കത്തിക്കൽ തുടർന്നു, പ്രാർത്ഥനകൾ തുടർന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് ഈ അബദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് കുമാരനാശൻ പറഞ്ഞത് പ്രസക്തമാകുന്നത്. ഇന്നലെ ചെയ്ത ഒരബദ്ധം, ഒരാൾക്ക് പറ്റിയൊരു അബദ്ധം, അത് മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം. അതൊരു ആചാരം എന്ന നിലയ്ക്ക് പിന്നെ തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ കാണ്ഡവ രൂപതയും ഒരു ആരാധനാ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ പണ്ട് പോയി. അപ്പൊ ആരാധനയ്ക്കായിട്ട് പോയപ്പോൾ അവിടെ രൂപതയുടെ വലിയ സഹായമൊന്നും ഈ പറഞ്ഞ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നൽകുന്നില്ല, ഫണ്ടില്ല. അവിടെ 4 പേർ നിരന്തരമിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ. മെഴുകുതിരിയൊക്കെ നൽകുന്നത് അവിടെ ഞങ്ങൾ അതിനായി നിയോഗിച്ച പുരോഹിതനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം സങ്കടം പറയാൻ തുടങ്ങി. മുഴുവൻ നേരം ഇത് കത്തിച്ചു വെക്കുമ്പോൾ തികയുന്നില്ല, തിരിവ് വാങ്ങിക്കാൻ പറ്റുന്നില്ല, വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയാൻ തുടങ്ങി. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ കച്ചവടത്തിൽ നിന്നാണല്ലോ വിശ്വാസത്തിലേക്ക് വരുന്നത്, അതുകൊണ്ട് കച്ചവടപരമായ ഒരു തന്ത്രം ഞാൻ അച്ഛനോട് പറഞ്ഞു. അവിടെ കുറച്ച് തേങ്ങ കൊണ്ടുവന്ന് വെക്കുക. അവർ വിളക്ക് കത്തിക്കുന്നത് തേങ്ങയിൽ എണ്ണ ഒഴിച്ചിട്ടാണ്. 2-3 എണ്ണക്കുപ്പികൾ വേണം, എണ്ണ നിറഞ്ഞ കുപ്പികൾ. കുറച്ച് ചന്ദനത്തിരിയും കുറച്ച് മെഴുകുതിരിയും ഒക്കെ കൊണ്ടുവന്ന് വെക്കുക. അച്ഛൻ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇനി അച്ഛൻ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ഞങ്ങളങ്ങനെ ആരാധനയ്ക്കായിട്ടിരിക്കുമ്പോൾ നാട്ടുകാരായ ഭക്തർ അവിടെ വരും. അവർ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ തേങ്ങ കൊണ്ടുവന്ന് ആരോ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാഴ്ചയാണെന്നാണ് ആളുകളുടെ ധാരണ. പിന്നെ വരുന്നവരൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മെഴുകുതിരിക്ക് ആവശ്യത്തിന് മെഴുകുതിരിയായി, തേങ്ങയായി, എണ്ണയായി, ചന്ദനത്തിരിയായി ആളുകൾ കാഴ്ചവെക്കാൻ തുടങ്ങി. എന്താ ചെയ്യുന്നതെന്നറിയാതെ ഈ ദൈവം ഈ തേങ്ങയിലും എണ്ണയിലും മെഴുകുതിരിയിലുമൊക്കെ പ്രസാദിക്കുന്നവനാണെന്ന് തെറ്റിദ്ധാരണ ഈ ജനം വെച്ച് പുലർത്താൻ തുടങ്ങി. ദിവ്യകാരുണ്യ സന്നിധിയിൽ തിരികത്തിക്കുന്ന എന്തിനാ? അത് ദൈവത്തെ പ്രീതിപ്പെടുത്താനെന്നാ വിചാരിച്ചേക്കണേ. ഒരു മെഴുകുതിരി കത്തിക്കുന്നതിന്റെ പിറകിൽ ഹൃദയപരമായൊരു കാര്യമുണ്ട്. ഇതുപോലെ ഞാൻ ഒരുക്കിക്കൊള്ളാം നിന്റെ സന്നിധിയിൽ. എൻ്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞ് നിന്റെ മുൻപിൽ ആയിരിക്കാം, ആരാധനയായിട്ട് അർപ്പിക്കാം എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് തിരി കത്തിക്കുന്നത്. അല്ലാതെ മെഴുകുതിരി കത്തിക്കുന്നവനൊക്കെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് കരുതിയിട്ടുള്ളതെങ്കിൽ അതൊരു മൗഢ്യമാണ്. ലോകത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ വേറൊരു വിളക്ക് വയ്ക്കേണ്ട കാര്യം എന്താ? സാന്നിധ്യാവബോധത്തിലേക്ക് എൻ്റെ മനസ്സുയരാൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പൊ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നു. വീട്ടിൽ സാധാരണ വിളക്ക് വയ്ക്കില്ല. പണ്ടൊക്കെ കെടാവിളക്ക് ഉണ്ടായിരുന്നു. ഈ കെടാവിളക്ക് വയ്ക്കണ എന്തിനാ? കെടാവിളക്ക് വയ്ക്കുമ്പോൾ ഈ വിളക്ക് കെടാതെ നോക്കണം. അപ്പൊ അവിടെ ഒരാളുള്ളതായിട്ട്, ഒരാളെ പരിചരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. ദൈവിക സാന്നിധ്യ അവബോധത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് വിളക്ക് വയ്ക്കുന്നത്, ദൈവത്തിന് കണ്ണു കാണാനല്ല. നീയാണ് എൻ്റെ പ്രകാശമെന്ന് ഏറ്റു പറയാൻ, നിന്റെ സന്നിധിയിൽ ഞാനിങ്ങനെ ഉരുകിത്തീർന്നു കൊള്ളാമെന്ന് പറയാൻ, ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവനായി ജീവിച്ചു കൊള്ളാമെന്ന് പറയാൻ വേണ്ടി, നീ ലോകത്തിന്റെ പ്രകാശമാണെന്ന ഓർമ്മയിൽ, ഞാൻ ഇങ്ങനെ പ്രകാശമായി മാറേണ്ടവനും മാറേണ്ടവളുമാണെന്ന ഓർമ്മയിൽ ഞാൻ ഈ തിരികെത്തിക്കുകയാണ്. അല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല. വിളക്ക് വെക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനല്ല ദൈവം.
വിളക്ക് വയ്ക്കുമ്പോൾ അനുഗ്രഹമായി ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യമുണ്ടാകും. അതിനപ്പുറം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് തിരി കത്തിക്കുന്നതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴാണ് തിരികളുടെ എണ്ണമേറിയത്. ഒരു തിരിയല്ല കത്തിക്കുന്നത്, പല തിരികൾ കത്തിക്കാൻ തുടങ്ങി. വരുന്നവരൊക്കെ പെട്ടിക്കണക്ക് തിരി കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എറണാകുളത്തൊരു ദേവാലയത്തിൽ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. മെഴുകുതിരികൾ കത്തിക്കണമെന്നില്ല, ഈ ബക്കറ്റിൽ ഇട്ടാലും മതി. കാരണം ഈ തിരികൾ കത്തിക്കുന്നതിന് പകരം അവിടെ ഇട്ടാൽ മതി. പിന്നെ പള്ളിയുടെ മുമ്പിൽ മെഴുകുതിരി കച്ചവടം, സാധാരണക്കാരൻ ഉപജീവനത്തിനായി നടത്തിയിരുന്ന മെഴുകുതിരി കച്ചവടം പള്ളി ഏറ്റെടുത്തു. പള്ളി സ്വന്തം സ്റ്റാൾ തുടങ്ങി. അങ്ങനെ ഭക്തി ഒരു കച്ചവടത്തിലേക്ക് വഴി തുറന്നു. വിശ്വാസം അല്ല യഥാർത്ഥത്തിൽ കച്ചവടം ചെയ്യപ്പെടുന്നത്. കച്ചവടം ചെയ്യപ്പെടുന്നത് ഭക്തിയാണ്. വിശ്വാസം കച്ചവടം ചെയ്യാൻ സാധ്യമല്ല. കാരണം വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ? മുറിച്ചു വിളമ്പാനാ, നിന്നെ അവരിന് കൊടുക്കാനാ, നിന്നെ തന്നെ നിഷേധിക്കാനാ. വിശ്വാസം പഠിപ്പിക്കുന്നത് ഒരിക്കലും എന്തെങ്കിലും ആർജിച്ചെടുക്കാമെന്നല്ല. ഈ ആർജിച്ചെടുക്കാമെന്ന ബോധ്യം വരുന്നത് ഭക്തിയിലാണ്. ആ ഭക്തിയാകട്ടെ യഥാർത്ഥ ഭക്തിയിലല്ല നിലകൊള്ളുന്നത്. ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഭക്തരായി മാറുന്നത്, ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് ഭക്തികൾ അനുഷ്ഠിക്കപ്പെടുന്നത്, അതനുസരിച്ചാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിനകത്ത് തുലാഭാരം വന്നത്. ഈ തുലാഭാരം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ഭക്താചാരമാണ്. അതെന്തർത്ഥത്തിലാണ് അവർ നടത്തുന്നത്? അവർ നടത്തട്ടെ. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി തുലാഭാരം നടത്തുന്നു. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി പട്ടുപുതയ്ക്കുന്നു, മറിയത്തെ കൊണ്ട് സാരി ഉടുപ്പിക്കുന്നു, സാരി കാഴ്ചവെക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ തൊട്ട അയൽപക്കത്തെ ഒരു സ്ത്രീക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിൽ ഒരു സാരി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തവരാണ് ദൈവമാതാവിന്റെ മുൻപിൽ ഈ സാരി കൊണ്ടു കൊടുക്കുന്നത്. ഒരു ദേവാലയത്തിൽ പരസ്യമായി ലേലം നടക്കുകയാണ്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ആരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. നമ്മൾ നമ്മുടെ മനോഭാവത്തെ പരിശോധിച്ചില്ലെങ്കിൽ, സ്വയം വിമർശനാത്മകമായി നമ്മൾ നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഭക്തി ദുഷിക്കും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അവിടെ മാതാവ് ഉടുത്ത സാരി ലേലം ചെയ്യാണ്. അത് മൈക്കിലൂടെ അവിടുത്തെ പുരോഹിതൻ തന്നെ വിളിച്ചു പറയാണ്, മാതാവ് ഉടുത്ത സാരി 3000 രൂപ. വഴിയിലൂടെ പോകുന്ന സാധാരണക്കാർ ഇത് കേൾക്കുമെന്ന ഒരു സങ്കോചം പോലും ഇല്ലാതെയാണ് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാതാവിന് കാഴ്ചവെച്ച സാരി വിൽക്കാൻ തുടങ്ങുന്നു. വാസ്തവത്തിൽ എന്തായിരുന്നു നാം ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ട പ്രവൃത്തിയിൽ നാം അകന്നു പോകുന്നു. വിശ്വാസത്തിലേക്ക് ഈ വൈകാരികമായ ഭക്തിയെ ചേർത്ത് വെക്കാനും അങ്ങനെ ലോകാനുരൂപിയായി നമ്മുടെ വിശ്വാസത്തെ തരം താഴ്ത്താനുമാണ് ഇത്തരം അനുഷ്ഠാനങ്ങൾ ഉപകരിക്കപ്പെടുന്നത്. കൊല്ലം ഭാഗത്താണെന്നുള്ള പള്ളിയിൽ കെട്ടപ്പെട്ട ഈശോ ഉണ്ട്. അവിടെ ഈശോയെ പട്ടു പുതപ്പിക്കും, ചുവന്ന പട്ട്. രസകരമാണ് നമ്മുടെ ഈ അനുഷ്ഠാനത്തിന്റെ പ്രത്യേകത. ഈശോ പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് അടിക്കപ്പെടുന്നുണ്ട്. ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട ഈശോയുടെ മേത്ത് ഒരു ചുവന്ന മേലങ്കി അവർ പുതപ്പിക്കുന്നുണ്ട്. ആ ചുവന്ന മേലങ്കി ഈശോയുടെ മേൽ പുതപ്പിച്ചത് ഈശോയെ മഹാനാക്കാനാണോ അല്ലെങ്കിൽ അവഹേളിക്കാനാണോ? അവനെ പരിഹസിക്കാനാണ്. യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ വണങ്ങുകയാണെന്ന് പുതപ്പിച്ചിട്ട്. അങ്ങനെ അവനെ അവഹേളിച്ച ആ കച്ച കൊണ്ട് അവനെ പുതപ്പിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഭക്തി തരം താഴുമ്പോൾ അതിനെ പരിശോധിക്കുകയും അതിനെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇതെന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്താണ് ആരും ഇതിനെതിരെ നടപടികൾ എടുക്കാത്തതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മാതാവിനെ സാരി ഉടുപ്പിക്കുന്നു, മാതാവിനെ സാരി കാഴ്ചവെക്കുന്നു. അതിലൂടെയൊക്കെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിന് ഒരു കാഴ്ച കൊടുക്കാൻ മാത്രം കഴിവുള്ളവനാണോ മനുഷ്യൻ? നമ്മൾ നേർച്ച ഇടുമല്ലോ. ഈ നേർച്ച ഇടുന്ന പണം സ്വർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണോ? കാരണം ദൈവത്തിനാണല്ലോ കൊടുക്കുന്നത്. ദൈവത്തിന് പണം കൊണ്ട് എന്താ ആവശ്യം? മനുഷ്യൻ അവന്റെ ജീവിത വ്യാപാരം നിലനിർത്താൻ, പരസ്പരം നിലനിന്ന് പോകാൻ കണ്ടുപിടിച്ച ഉപാധികളിൽ ഒന്നാണ് കറൻസി. ആ കറൻസി ദൈവത്തിന് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിന്റെ പിന്നിൽ ഉണ്ടാകേണ്ട മനോഭാവത്തെ കുറിച്ച് ചിന്തിക്കണം. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 41 മുതൽ 44 വരെ തിരുവചനങ്ങളിൽ ഒരു വിധവ ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ കാണിക്കിടുന്നതിനെ കുറിച്ചൊരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈ വിധവ ഇടുന്ന കാണിക്കയാണ് ഏറ്റവും വലിയ കാണിക്കയെന്ന് 44-ാം തിരുവചനത്തിൽ ഈശോ പറയും. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ധനവാന്മാർ തങ്ങൾക്കുള്ളവയിൽ നിന്നൊരു പങ്കാണ് ഇട്ടത്. ഇവളാകട്ടെ തന്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും ഭണ്ഡാരത്തിലിട്ടു. അവളുടെ കാണിക്ക
മഹത്തരമായി കാണിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? കയ്യിലുള്ളത് മുഴുവൻ ഇടുന്നവനാണ് മഹാൻ എന്നാണോ? അവൾ തന്റെ ഉപജീവനത്തിനുള്ള വക ഇട്ടപ്പോൾ എന്റെ ജീവൻ തന്നെ ഞാൻ സമർപ്പിക്കുന്നതിന് മനോഭാവം അതിന്റെ പുറകിലുണ്ടായി. അപ്പൊ ഒന്ന്, നേർച്ച കാഴ്ചകൾ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം ഉണ്ടാവേണ്ടത് എന്താ? എന്റെ ജീവൻ തന്നെ അർപ്പിക്കുന്നു എന്ന ഭാവം. ആബേൽ അർപ്പിച്ച ബലിയിൽ ദൈവം സംപ്രീതനാകുന്ന അതുകൊണ്ടാണ്. തനിക്കുള്ളവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന അടയാളമാണ് ആബേൽ കാണിക്കുന്നത്. ആ മനോഭാവമാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. ആ മനോഭാവത്തിന്റെ സമ്പൂർണ്ണത ക്രിസ്തുവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. കുരിശിൽ കിടക്കുന്ന സമയത്ത് പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് താനും തനിക്കുള്ളവയും സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്നിടത്തേക്ക് അതിനെ എത്തിക്കുന്നുണ്ട് ക്രിസ്തു. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഞാനും എനിക്കുള്ളവയും ദൈവത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്റെയും എനിക്കുള്ളവയെയും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുക. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെതായിട്ടുള്ളത്. അതുകൊണ്ട് കേവല ഭക്തിയിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാൽ കൈക്കൂലി കൊടുത്ത് കാര്യം കാണുന്നത് പോലെ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ ദൈവം സംപ്രീതനാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പണ്ടൊക്കെ നേർച്ചയായിട്ട് ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ കൈ ഒടിഞ്ഞു കഴിയുമ്പോൾ, അത് സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ കാഴ്ച അർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന തന്നെ വരുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നല്ല. അതായത് ചുറ്റുപാടുള്ള മതങ്ങളൊക്കെ ഇങ്ങനെ കാര്യം നടന്നാൽ ദൈവമേ ഉപകാരസ്മരണ ചെയ്യാം എന്ന് പറയും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, അതിപ്പോ നമ്മൾ ചെയ്യുന്നുണ്ട്. പത്രത്തിൽ പരസ്യം വരെ കൊടുക്കുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഈ ഉപകാരസ്മരണ അർപ്പിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ ഉണ്ടാകേണ്ട കാര്യം ഒരു സാക്ഷ്യമാണ്. അപ്പൊ കൈ ഒടിഞ്ഞ ആൾ ഇതിങ്ങനെ കൈയുടെ രൂപത്തിൽ ഇതുണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അതെന്താ ചെയ്തിരുന്നത്? അത് ആശീർവദിക്കും, എന്നിട്ട് എല്ലാവർക്കുമായിട്ട് കൊടുക്കും. അപ്പൊ എല്ലാവർക്കുമായി കൊടുക്കുക എന്നതാണ് നേർച്ച കാഴ്ചകളുടെ പുറകിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കാര്യം. രണ്ടാമത് സാക്ഷ്യമായിരുന്നു. അത് മാറിയിട്ട് കാര്യം നടക്കാനായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് തന്നെ തെറ്റിദ്ധരിക്കുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധമായ ഒലിവെണ്ണയാണ് മാതാവിന് സ്വീകാര്യം എന്ന് പഠിപ്പിക്കുന്നു. ആ പരിശുദ്ധമായ ഒലിവെണ്ണ അവിടെ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുക്കുക. ഒന്നാന്തരം കച്ചവടമാണ് ഇത്. തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. അവിടെ നിന്ന് വാങ്ങി അതെന്തോ മഹത്തായ കാര്യമാണെന്ന് കരുതി നേർച്ച അർപ്പിക്കുന്നു. കാര്യം കാണാൻ വേണ്ടിയാണ്. ഒരിക്കലും ദൈവം എനിക്ക് തന്ന നന്മകൾക്ക് നന്ദിയായി ഞാനിത് അർപ്പിക്കുന്നു എന്ന മനോഭാവത്തോടെയല്ല. ദൈവത്തിന് എന്താ ആവശ്യം? ദൈവത്തിന് നോട്ടാണോ ആവശ്യം? ദൈവം ഏത് നോട്ട് സ്വീകരിക്കും? അമേരിക്കയിൽ പോയാൽ ഇന്ത്യയിൽ നോട്ട് എടുക്കില്ല. അമേരിക്കയിൽ ഒരു ദേവാലയത്തിൽ ഇന്ത്യൻ കറൻസി ഇട്ടാൽ എടുക്കുമോ? എടുക്കില്ല. അപ്പൊ അത് ഉപയോഗിക്കുന്നത് ആരാ? അത് ഉപയോഗിക്കുന്നത് മനുഷ്യരാണ്. അങ്ങനെ മനുഷ്യർക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? എന്തെങ്കിലും കാര്യം കാണാൻ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന തെറ്റിദ്ധാരണയാണ് ഉള്ളതെങ്കിൽ മഹാബദ്ധം എന്ന് മനസ്സിലാക്കണം. നമ്മൾ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാൽ അതിൽ സംപ്രീതനായി നമ്മുടെ കാര്യം നടത്തി തരുന്ന ഒരു മൂർത്തിയല്ല യേശു. നമ്മുടെ വിശുദ്ധാത്മാക്കളൊക്കെ ദൈവസന്നിധിയിലാണ്. അവരൊക്കെ ഈ ലോകത്തെ നിഷേധിച്ചവരാണ്, ലോകത്തിന്റെ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചവരാണ്. അവരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ മധുര പലഹാരം കൊടുത്താൽ അതിൽ സംപ്രീതനാകുന്നവനല്ല ഒരു വിശുദ്ധനും വിശുദ്ധയും. വിശുദ്ധർക്ക് നോട്ടുമാല ഇടുന്നവർ വരെയുണ്ട്. നോട്ടുമാല ഇടുന്നവർ അവഹേളിക്കുകയാണെന്ന് വേണം പറയാൻ. ഔസേപ്പിതാവിന് ഒരു നോട്ടുമാല ഇട്ട് കൊടുത്താലോ? ജീവിതം നിസ്വനായി കടന്നുപോയ ഒരാളാണ്. ജീവിതത്തെ മുഴുവൻ നിസ്വമാക്കി മാറ്റിയ ഒരാൾ. ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച ഒരാൾ. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ആളുകൾ. അവർക്ക് കൊണ്ടുപോയിട്ട് നോട്ടുമാല ഇട്ട് കൊടുക്കുന്നു, പുടവ ചാർത്തിക്കുന്നു, പട്ടു പുതപ്പിക്കുന്നു. ഒരു ദേവാലയത്തിൽ പൂമാല, പണം, എന്നിട്ട് ഈ മാല കൊണ്ടു ഇടുക. അവിടുത്തെ തന്നെ മാല മേടിച്ച് അവിടെ ഇടുക. എന്നിട്ട് അത് ഊരിയെടുത്ത് പിന്നെ വയ്ക്കുക, പിന്നെ ഇടുക. അങ്ങനെ മാല എടുക്കുമ്പോഴൊക്കെ പണം ഇടുക. ഒരാള് ഒരു വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ മാല ചാർത്തുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഈ വിശുദ്ധ പുണ്യത്തെ ഞാൻ വരിക്കുന്നുവെന്നാണ്. പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിൽ ഒരു മാല ചാർത്തുമ്പോൾ ഈ വിശുദ്ധ പുണ്യത്തെ ഞാൻ വരിക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ലാതെ കാര്യം നടത്തി തരുമ്പോ കൊടുക്കാനുള്ളതോ കാര്യം കാണാൻ വേണ്ടി കൊടുക്കാനുള്ളതോ അല്ല പൂമാല. വഴിയരികിലൊക്കെ വിറ്റിരുന്നാണ് പൂമാല. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, നവനാൾ കേന്ദ്രങ്ങളിലൊക്കെ വഴിയരികിൽ ഉപജീവനത്തിന് വേണ്ടി ഇങ്ങനെ മാല വിറ്റിരുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ പൊട്ടിച്ചിട്ട് പള്ളിക്കകത്ത് പുതിയ സ്റ്റാൾ തുടങ്ങി അവിടെ മാല കിട്ടും. മാത്രമല്ല, പള്ളിക്കകത്ത് തിരുസ്വരൂപത്തിന്റെ ചുവട്ടിൽ പൂമാല, പണം
എന്ന് എഴുതി വെച്ചിട്ടുള്ള ദേവാലയം ഇപ്പോഴും ഉണ്ട്. ഇത് വിശ്വാസത്തെ നിയന്ത്രിക്കുന്നവരൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും പരിശോധിക്കാതെ പോകുന്നു. ഇതൊരു ദേവാലയത്തിൽ കാര്യമല്ല പറഞ്ഞ, പല ദേവാലയങ്ങളിലും ഇത്തരത്തിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ദേവാലയത്തിൽ രൂപക്കൂട് അനങ്ങുമ്പോൾ, പ്രദക്ഷിണത്തിനായി എടുക്കുമ്പോഴും തിരികെ വെക്കുമ്പോഴും അനക്കത്തിന്റെ നേരമുണ്ടല്ലോ, അനങ്ങുമ്പോൾ അനുഗ്രഹിക്കുന്ന പറയുന്നത്. വേറൊരു ദേവാലയത്തിൽ ഉണ്ണീശോയുടെ കൂട് തുറന്ന കുർബാന, ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന്റെ കൂട് തുറന്ന കുർബാന കച്ചവടമാണ്. വിശുദ്ധ ബലി അർപ്പിക്കുന്നത് തിരുസ്വരൂപത്തിന് എന്ത് കാര്യം? വിശുദ്ധ ബലിയിൽ നമ്മൾ നമ്മളെ അർപ്പിക്കുന്നതാണ്. കുർബാനയെ സംബന്ധിച്ചൊക്കെ കുറെ തർക്കം നടക്കുന്ന സമയമാണല്ലോ. ഇപ്പോഴുള്ള കാര്യമുണ്ട് പറയണേ. എറണാകുളത്തൊരു ദേവാലയത്തിലുണ്ട് അങ്ങനെ ഒരു വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന്റെ കൂട് തുറന്നു വെക്കും കുർബാന നേരത്ത്. അത് സ്പെഷ്യൽ കുർബാനയാണ്. നമ്മുടെ ഭക്തി വിവേകരഹിതമായി മാറുകയും യുക്തിഹീനമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാൽ സംപ്രീതനാകുന്നവനല്ല ദൈവം എന്നറിയണം. ദൈവം എങ്ങനെയാണ് സംപ്രീതനാകുക? ദൈവം സംപ്രീതനാകുന്നത് ദൈവത്തിന്റെ വഴിയെ നാം ചരിക്കുമ്പോഴാണ്. റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ ദൈവം സംപ്രീതനാകുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ ആരാധന. ദൈവസന്നിധിയിൽ നാം അർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. 2-ാം തിരുവചനം പറയും, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും ഉചിതവും പ്രീതികരവുമായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലത് ഒരു കോമൺ ഗുഡാണ്. ഉചിതം എന്ന് വെച്ചാൽ നാം ചെയ്യേണ്ട പ്രവൃത്തികളാണ്. മൂന്നാമത് പ്രീതികരം. ദൈവത്തെ എങ്ങനെയാണ് സംപ്രീതനാക്കാൻ പറ്റുക? ദൈവം എപ്പോഴാണ് പ്രീതിപ്പെടുക? വിശക്കുന്ന ഒരുവന്റെ മുന്നിലേക്ക് ഭക്ഷണം എത്തിക്കുമ്പോൾ, അഥവാ അവരനെ നീ ഭക്ഷണമായി മാറുമ്പോൾ ദൈവം പ്രീതിപ്പെടും. അപ്പോ ക്രിസ്തുവിൽ ദൈവം എങ്ങനെയാണോ സംപ്രീതനായിരുന്നത് ആ പ്രീതി നിന്റെ മേലുണ്ടാകും. ആ പ്രീതി എന്തെങ്കിലും ഭൗതിക നേട്ടം നൽകുന്ന കാര്യമല്ല. ആ പ്രീതി എന്തെങ്കിലും ലൗകികമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കുവഴിയല്ല. എന്റെ ദൈവം എന്നെ പ്രതി കുരിശിൽ മരിച്ചു, അവനെ പ്രതി ഞാൻ ലോകത്തിന് മരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ ദൈവം എനിക്ക് ഭക്ഷണമായി മാറി. അങ്ങനെ ഭക്ഷണമായി മാറിയ ദൈവം എന്നെ അവരനുള്ള ഭക്ഷണമായി മാറാൻ നിർദ്ദേശിക്കുന്നുണ്ട്, അയക്കുന്നുണ്ട് എന്ന ബോധ്യം. ഞാനൊരു സത്യം പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹം മറ്റുള്ളവരെ ഞാൻ അറിയിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രീതികരമായ പ്രവൃത്തി ചെയ്യും. അതുകൊണ്ട് കാരുണ്യമുള്ളവരായിട്ട് മാറുമ്പോൾ, സ്നേഹമുള്ളവരായിട്ട് മാറുമ്പോൾ, അവരിന് വേണ്ടിയായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം പ്രീതിപ്പെടുക എന്ന കാര്യം ഓർക്കണം. അതിനു പകരം നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കാമെന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. ഇനി പൊൻകുരിശ് നേരുന്നവർ ദൈവത്തിന് എന്തിനാ പൊൻകുരിശ്? ഇനി ക്രൈസ്തവ വിശ്വാസത്തിൽ നേർച്ച എന്ന് പറയുന്നത് നിക്ഷിപ്തമാണോ? ഞാനൊരു കാര്യം ചോദിക്കും, ലളിതമായൊരു യുക്തിയാണ് കേട്ടോ. നമ്മൾ ആരുടെയാ? നമ്മൾ ആരുടെ ഭാഗമാണ്? നമ്മുടെ ഉടമസ്ഥനാരാ? നമ്മുടെ ഉടമസ്ഥനായ ദൈവത്തിന് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു തിരികെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് തമ്പാന്റെ കോഴിനെ പിടിച്ച് തമ്പാന് കൊടുക്കുന്ന പോലെ തന്നെ ആവും. യഥാർത്ഥത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ ആത്മാക്കളെയാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറയാൻ വേണ്ടിയാണ്, ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. നമ്മൾ കഞ്ഞി വെച്ച് കൊടുത്ത് കുടിക്കുന്നയാളല്ല ദൈവം. സകലർക്കും അന്നം കൊടുക്കുന്നവൻ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം. അങ്ങനെയാണല്ലോ യോഹന്നാൻ സുവിശേഷം 6:48 പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം. എന്തിന്? നമുക്ക് ജീവൻ ഉണ്ടാകാൻ. അവനെ പ്രതി അവന് പകരമായി ഞാൻ എന്നെ തന്നെ കൊടുക്കും എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു നേർച്ച ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഒരു നേർച്ച അർപ്പിക്കുന്നത് സാക്ഷ്യത്തിനായിട്ട് മാറും. നേർച്ച അർപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ്, സാക്ഷ്യത്തിനായിട്ട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കണം. പണ്ട് ദേവാലയത്തിൽ നവനാളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നേർച്ച കാഴ്ചകൾ കൊണ്ട് കൊടുക്കും ആളുകൾ. അതൊക്കെ വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ ഈ ദൈവാനുഭവത്തിലേക്ക് എത്തി എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ്.
പക്ഷെ ഇന്നത് കൈക്കൂലി പോലെ അവതരിപ്പിക്കപ്പെടുന്നു. നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് അനുഗ്രഹപ്രദമാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് ഒത്തിരിയേറെ നേർച്ചകൾ അങ്ങനെ ആളുകൾ നേരുന്നുണ്ട്. ഇനി അങ്ങനെ നേർച്ചകൾ നേർന്നാൽ, ഇപ്പൊ വേളാങ്കണ്ണി പൊയ്ക്കോളാം എന്ന് നേർന്നു, കാര്യം നടന്നാൽ വേളാങ്കണ്ണി പൊയ്ക്കോളാം, അപ്പൊ തന്നെ നേർച്ചയുടെ അർത്ഥം മാറി. ഇത് യഥാർത്ഥ നേർച്ചയല്ല, കാഴ്ചയല്ല, ഇതൊരു കൈക്കൂലിയാണ്. ഇങ്ങനെ നേർന്നാൽ അതൊരു കടമായി കിടക്കും. കാരണം ഒരു വാഗ്ദാനം ദൈവത്തോട് ചെയ്താൽ വാഗ്ദാനം നിറവേറ്റണം. ദൈവത്തോട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമർപ്പിക്കുന്നു എന്ന വാക്ക് ദൈവം സ്വീകരിക്കും. അപ്പൊ നേർച്ച നേർന്നാൽ കടപ്പാട് വരും. ഈ കടപ്പാട് ഒഴിവാക്കാൻ സഭ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വികാരിച്ചനോട് പറഞ്ഞാൽ മതി, വികാരിച്ചന് അത് റദ്ദ് ചെയ്ത് തരും. കുടുംബത്തിൽ കുടുംബനാഥന് അത് റദ്ദ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അതുകൊണ്ട് നേർച്ച കാഴ്ചകളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പാടില്ല. നമ്മൾ നേർച്ച അർപ്പിക്കുമ്പോൾ, ഒരു ഭക്താനുഷ്ഠാനത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവം സംപ്രീതനാകുമെന്നല്ല കരുതേണ്ടത്. ദൈവം സംപ്രീതനാകുന്നത് നമ്മുടെ സ്നേഹത്തിലാണ്, അവരിനോടുള്ള കാരുണ്യത്തിലാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണമാകുന്നതിലൂടെയാണ് ദൈവം സംപ്രീതനാകുന്നത്. ക്രിസ്തുവിൽ ദൈവം സംപ്രീതനാണ്. ഇവൻ പറയുന്നത് കേൾക്കുവിൻ. യേശു നമ്മോട് പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമാകാനാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. ഇപ്പൊ ദേവാലയത്തിലൊക്കെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് കാര്യം കാണാനുള്ള ഉപാധിയായിട്ടാണെങ്കിൽ അത് ഒഴിവാക്കണം. സാക്ഷ്യത്തിനായിട്ടുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നല്ല കാര്യമാണ്. മാത്രമല്ല, ഓരോ കാഴ്ചയുടെയും ഓരോ നേർച്ചയുടെയും പിറകിൽ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു എന്നതിൻ്റെ ഒരു ഉദ്ഘോഷണം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു ഭീമാബദ്ധമായിട്ട് മാറും. ലോകത്തിലെ പല മതങ്ങൾ, കത്തോലിക്ക സഭ ഒരു മതമല്ല കേട്ടോ, ലോകത്തിലെ പല മതങ്ങൾ ചെയ്യുന്ന ഒരു ആചാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയായിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറാൻ പാടില്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയാകരുത്. ഞാനത് പറയാൻ കാരണം, ഈ അടുത്ത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ദൈവത്തിന് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് അബദ്ധമാണ് എന്ന നിലയ്ക്കൊരു വീഡിയോ വന്നു. അപ്പോ കത്തോലിക്കരും ഇങ്ങനെ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നുണ്ട്, ദൈവത്തെ സംപ്രീതനാക്കാനായിട്ടാണ് അവരിത് ചെയ്യുന്നത് എന്നൊരു പ്രഘോഷണം ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ലോകം തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ദൈവത്തെ സംപ്രീതനാക്കാനല്ല ഒരു നേർച്ചയും അർപ്പിക്കുന്നത്, സാക്ഷ്യമായിട്ടാണ്. നമ്മൾ അർപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള മനോഭാവമാണ് പ്രധാനം. ആ മനോഭാവത്തിൽ ഇപ്രകാരം ഒരു ഉറപ്പുണ്ടാകണം, ഞാൻ എന്നെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴും, മറ്റുള്ളവരുടെ ജീവിതത്തിന് തുണയാകുമ്പോഴും, സ്നേഹവും കാരുണ്യവും ഒഴുകുമ്പോഴും, ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി നാം മാറുമ്പോഴുമാണ് ദൈവം സംപ്രീതനാകുക എന്നോർക്കണം. ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിന് മരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുമ്പോൾ ദൈവം ക്രിസ്തുവിൽ എങ്ങനെ സംപ്രീതനായിരിക്കുന്നുവോ ആ സംപ്രീതി നമ്മുടെ മേലുണ്ടാകും. അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ദൈവസന്നിധിയിൽ അത് പ്രയോജനകരമാണ്. ദൈവസന്നിധിയിൽ നാം സ്വീകാര്യരാവുകയാണ്. ഈ സ്വീകാര്യതയാണ് ഓരോ അർപ്പണത്തിന്റെയും പിന്നിൽ ഉണ്ടാകേണ്ടത് എന്നോർക്കണം. അതുകൊണ്ട് അബദ്ധമുള്ള നേർച്ചകളിലേക്ക്, അല്ലെങ്കിൽ ഈ നേർച്ച കാഴ്ചകളിലൂടെ ദൈവം അനുഗ്രഹിക്കും തെറ്റിദ്ധാരണയിലേക്ക് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.